കേട്ടോക്കാം. എനിക്ക് പേരൊന്നും എല്ലാവരും തലപൊളിഞ്ഞു പോകുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്നുണ്ട് ചില സിനിമകൾ എനിക്ക് തന്നെ പേടിയാവും, എന്നെ കൊണ്ട് ഇതെന്തൊക്കെയാ ചെയ്യിക്കുന്നെന്നുള്ളത്. ജോലി മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, വരുമ്പോ കണ്ടോളൂ. ഏറ്റവും ക്രൂവലായിട്ട് സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങളും വരുന്നു. ഹായ് ഗൈസ്, ഏത് പടത്തിനെ കുറിച്ച് ഞാൻ ജഗദീഷ് ചേട്ടനെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി എന്ന് വേണം പറയാം. മാർക്കോ ഇറങ്ങാൻ പോവാണ് ഈ വെള്ളിയാഴ്ച. സർട്ടിഫിക്കറ്റോട് കൂടിയാണ് അത് ഇറങ്ങാൻ പോകുന്നത്. അതിലെല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര ക്രൂവലാണ്, ആരും ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ആസ് എ മൂവി കിടിലും പടമായാലും സാധ്യത. ഹിന്ദിയിൽ കില്ലിനുള്ളൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, ആക്ഷൻ ത്രില്ലർ കിടും. അത് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിന് മേലെ ആവോ എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അത് പാൻ ഇന്ത്യനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. എല്ലാ ഭാഷകളിലും ഇതൊരു കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മാർക്കോ. ഈ ഒരു ടീസറിന്റെ റീക്രിയേഷണൽ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഒരു കോൺടെസ്റ്റ് നടത്തി റീക്രിയേഷണൽ വീഡിയോസിൽ എന്താ പറയുക, ബെസ്റ്റ് ആക്ടറും ഡയറക്ടറും ഒക്കെ അവർ തന്നെ മാർക്കോ ടീം തന്നെ സെലക്ട് ചെയ്തൊക്കെ ഉണ്ട്. അതാണ് ഭയങ്കര ഹൈപ്പാണ് പടത്തിനുള്ളത്. പടത്തിന്റെ പോസ്റ്റർ, ടീസർ എല്ലാം ഉണ്ടാക്കിയൊരു ഹൈപ്പില്ല, ഒരു ഫീലിംഗ് ഉണ്ട്. വെയിറ്റിംഗ് ആണ്. ഏത് ലെവൽ ഓഫ് ആക്ഷൻ ത്രില്ലർ വയലന്റ് മൂവിയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് ജഗദീഷ് ഏട്ടൻ പറയുന്നത്. മാക്സിമം ക്രൂവലായ ഒരു പടമായിരിക്കും എന്ന് പറയുന്നത്. ഒരു കാരണവശാൽ ജീവിതത്തിൽ ആരും ഇത് അനുകരിക്കാൻ പാടില്ല. എങ്ങനെയായിരിക്കും ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിടു ആവാനുള്ള സാധ്യത. ടീസറിലും ഗംഭീരമാണ്. ആ ഫയർ, തീ കാളുന്ന സീനും അതിന്റെ ഇടയിലൂടെ ഉണ്ണി മുകുന്ന വരുന്ന സീനുകളും എല്ലാം വേറെ ലെവലാണ്. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വെയിറ്റിംഗ് ഉണ്ട്. എല്ലാവരും ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിലർ ഇല്ല എന്ന് പറയുന്നത്. ഡയറക്റ്റ് സിനിമയിലോട്ട് പോകണം എന്ന് പറയുന്നത്. നമ്മളൊരു സിനിമയെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് കാണാതിരിക്കുമ്പോൾ ഒരു ട്രെയിലർ വരുന്ന ഒരു ആശ്വാസം തരും. ഓക്കെ, ഒരു സമാധാനം തരും. പക്ഷെ ട്രെയിലർ ഇല്ല, അതൊരു കഷ്ടമുള്ള കാര്യം. ടീസർ വെച്ച് തൃപ്തിപ്പെട്ട് നമ്മൾ സിനിമയിലോട്ട് ഡയറക്റ്റ് പോകണം. 20-ാം തീയതി ഇറങ്ങാൻ പോകുന്നത്. ഈ ഒരു പടം ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ വെയിറ്റിംഗ് ആയിരിക്കുന്ന 1,28,000 പേരായിട്ട് അത് ബുക്ക് മൈ ഷോയിൽ കാണുന്നത്. അത്രമാത്രം ഒരു ഹെവി ആയിരിക്കും പടം. ഹനീഫ് അദാനിയാണ് സംവിധാനം ചെയ്യുന്നത്. മിഖായേൽ എന്നുള്ള സിനിമയിലെ ഒരു ക്യാരക്ടറാണ് മാർക്കോ. ആ ഒരു സിനിമ അത്രയൊന്നും പേര് കേട്ടില്ല, അത്രയൊന്നും ഹിറ്റായിട്ടില്ല. പക്ഷെ മാർക്കോ ക്യാരക്ടർ എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ട്. മിഖായേലിനെക്കാട്ടി എല്ലാരും എടുത്തു പറയുന്ന ക്യാരക്ടറാണ് മാർക്കോ. ആ ഒരു ക്യാരക്ടറിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ആണ്. മിഖായേലിന്റെ മൂവിയിൽ തന്നെ നമ്മൾ മാർക്കോയുടെ ഒരു ക്രൂവൽ സ്വഭാവം, മാർക്കോയുടെ ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ സംഭവങ്ങളൊക്കെ കണ്ടതാണ്. അയാൾ ബേസ് ചെയ്തിട്ടുള്ള സിനിമ പറയുമ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈലി വയലന്റ് ആയ സിനിമയാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയാണ്. 18 വയസ്സിന് മുകളിലവർക്ക് കാണാൻ പറ്റുള്ളൂ. ഉണ്ണി മുകുന്ദൻ ഇൻ ഹിസ് സ്പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ട്രെയിലർ ആയിരിക്കാം. ഇടു ലുക്ക്, ഈ ഒരു പോസ്റ്ററും ആൾക്കാരുടെ റീക്രിയേഷണൽ വീഡിയോസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൾക്കാരുടെ സിനിമയെ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു വലിയ സംഭവമാണ് ഈ റീക്രിയേഷണൽ വീഡിയോസ്. ആൾക്കാർ ഭയങ്കരമായിട്ട് മാർക്കോത്തിന്റെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൈലി വെയിറ്റിംഗ് ആണ്. ഈ ഒരു സിനിമയായിട്ട് ഹിറ്റായി പോയാ മോനെ ഉണ്ണി മുകുന്ദൻ വേറെ ലെവൽ സ്റ്റാർ ആയിട്ട് മാറും. മാത്രമല്ല മലയാളത്തിൽ ഒരു ഹൈ പടം, ഒരു ഹൈ ഹെവി ആയ ഒരു പടം. ഇപ്പൊ കന്നഡക്കാർക്ക് KGF ഇല്ല പോലെ ഹിന്ദിക്കാർക്ക് നല്ലൊരു പടമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ആകുമ്പോൾ ഒരു പടാന്ന് ഇറങ്ങാൻ പോകുന്നത്. ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? നിങ്ങൾ വെയിറ്റിംഗ് ആണോ സംഭവങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ പുഷ്പ 2 ദ റൂൾ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളോടുകൂടി കേരളത്തിൽ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായത്തോടുകൂടിയാണ് ഫസ്റ്റ് തന്നെ അഭിപ്രായം കേട്ട ഒരു പടമാണ് പുഷ്പ 2. സത്യസന്ധമായുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പുഷ്പ 1 അപേക്ഷിച്ച് പുഷ്പ 2 അത്രയും നന്നായിട്ടില്ല എന്നുള്ള സത്യം. പക്ഷെ തീരെ മോശമായ ഒരു പടമാണ് എന്ന് പറയാൻ ഒക്കില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒക്കെ വാച്ചബിൾ ആണ്. കൂടുതൽ ഈ ഫാമിലി പാസം സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പടം വേറെ ലെവലായേനെ. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, ബൻവർ സിംഗ് ഷിഖാവത്ത് എന്നുള്ള ഒരു ക്യാരക്ടറിന് വല്ലാതെ അങ്ങ് പുഷ്പ ഫസ്റ്റിൽ കാണിച്ച ഒരു ഇമേജും അയാളുടെ ഒരു പവറും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് സംഭവങ്ങൾ കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റിലെ പുഷ്പ 1 പുഷ്പയേക്കാൾ ഒരു പടി മുകളിലായിരുന്നു ബൻവർ സിംഗ് ഷിഖാവത്ത്. അത് ആവരുത് എന്ന രീതിയിൽ തന്നെയായിരുന്നു പുഷ്പ 2 സ്ക്രിപ്റ്റ്. അത് എനിക്കത് മലയാളത്തിൽ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സംഭവം. ഈ രണ്ട് കാര്യം പടത്തെ വല്ലാതെ കേരളത്തിൽ അതിന്റെ നെഗറ്റീവ് റിവ്യൂസ് കേൾക്കാനിടയുണ്ടാക്കി. പക്ഷെ തമിഴിലൊക്കെ മിക്സഡ് ആയ റിവ്യൂ ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് പാർട്ടുണ്ട് പക്ഷെ പോസിറ്റീവ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് തമിഴിൽ വന്നിരിക്കുന്നത്. ഹിന്ദിയിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ക്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1409 കോടി രൂപയാണ്. പുഷ്പയുടെ ബഡ്ജറ്റ് വന്നാൽ 400 to 500 കോടി ആ ഒരു എമൗണ്ട് ആണ്. പക്ഷെ ഓൾറെഡി ഇത് പ്രീ റിലീസിന് 1000 കോടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തിയേറ്ററിക് റൈറ്റ്സും അതുപോലെ തന്നെ അതിനുശേഷം OTT റൈറ്റ്സ് എല്ലാം പ്രകാരം ഓൾറെഡി 1000 കടന്നിരുന്നു. പക്ഷെ ഇപ്പൊ തിയേറ്റർ റിലീസ് ആയതിനു ശേഷം 1409 കോടിയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെ 900 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വേൾഡ് വൈഡ് കളക്ഷനാണ്.
അപ്പൊ ഇറങ്ങിയിട്ട് 12ാം ദിവസമാണ് ഈ കളക്ഷൻ നടന്നത്. അപ്പൊ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ മൂവി എന്നുള്ളൊരു പേര് പുഷ്പ 2 സ്വന്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലു അർജുൻ നല്ല ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഓളം, അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. പിന്നെ പുഷ്പ 1 എന്നുള്ളൊരു കിടുപടം, ആ ഒരു പടത്തിന്റെ ഒരു ഹാങ് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും പുഷ്പ 2 ഫസ്റ്റ് ഹാഫ് വാച്ചബിൾ ആണ്. അങ്ങനെ ഒരു മെലോ ഡ്രാമ സംഭവങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ആണ് അത് കൂടുതൽ മെലോ ഡ്രാമാറ്റിക് ആക്കി മാറ്റിയത്. പുഷ്പ 3 എന്തായാലും വരാമെന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുഷ്പ 2 കുറിച്ച് പറയുന്നത്? ഓൾറെഡി ബാഹുബലി റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തു, KGF റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്തു. ദ ടോപ്പ് മോസ്റ്റ് മൂവിയായി മാറുമോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതുപോലെ തന്നെ മാർക്കോന്റെ വെയിറ്റിംഗ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? നിങ്ങളൊരു ഉണ്ണി മുകുന്ദൻ ഫാൻ ആണെങ്കിലും അല്ലു അർജുൻ ഫാൻ ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.